അഭിനേതാക്കളുടെ സംഘടന അമ്മയുടെ വാർഷിക ജനറൽ ബോഡി യോഗം അല്പസമയത്തിനകം കൊച്ചിയിൽ ചേരുകയാണ്. പ്രസിഡന്റായി മോഹൻലാൽ തന്നെ തുടരാനാണ് സാധ്യത. മത്സരമില്ലെങ്കിൽ യഥാർത്ഥത്തിൽ പഴയ ഭാരവാഹികൾ തന്നെ വരും. സിദ്ദീഖിന് പകരം മറ്റൊരാളെ നിയമിക്കും. എനിക്ക് തോന്നുന്നത് മത്സരമുണ്ടെങ്കിൽ മോഹൻലാൽ ഒഴിയും എന്നാണ് മോഹൻലാൽ പറഞ്ഞിരിക്കുന്നത് എന്നാണ്. എന്തായാലും അമ്മ പ്രസിഡന്റായി മോഹൻലാൽ തുടരണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതെന്ന് നടി ശ്രീദേവി ഉണ്ണി 24 പറഞ്ഞു. ഞങ്ങളുടെയൊക്കെ ആഗ്രഹത, എല്ലാവരുടെ ആഗ്രഹത. നമ്മുടെ ഒരു നായകനല്ലേ, നമ്മുടെ ലീഡർഷിപ്പ് അത്യാവശ്യമാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡും ആ അപ്രോച്ച് തന്നെ മതി. അതിനെ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഒരു ഇത് തോന്നണമല്ലോ, ആ ഒരു സുരക്ഷിതത്വം. അതാണ് വലിയ കാര്യം. ഒരു നാഥനിധന കോർ കമ്മിറ്റി ആണെങ്കിലും അവർ വളരെ എഫിഷ്യൻ്റായിട്ടൊക്കെ ഇതുവരെ കാര്യങ്ങളൊക്കെ കൊണ്ട് നടന്നിരിക്കുന്നത്. അതെ, അപ്പോൾ ഒരു നാഥനില്ല കളരിയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനെ ഒഫീഷ്യലായിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ചിട്ടാണ് അതിൻ്റെ ഉള്ളിലുള്ളത് കാര്യത്തോടടുക്കുമ്പോൾ. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഫീലിംഗ് അങ്ങനെയാണ്. വേറെ വിഷമങ്ങളൊന്നും തോന്നി. കൊച്ചിയിൽ നിന്ന് നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി ചേരുന്നു. നിഖിൽ, ഗുഡ് മോർണിംഗ്. നിഖിൽ, പറയൂ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. താരസംഘടന അമ്മയുടെ വാർഷിക ജനറൽ ബോഡി 31ാമത് വാർഷിക ജനറൽ ബോഡി യോഗം ഇപ്പോൾ ഞാനുള്ള കല്ലൂരിലെ ഗോകുലം കൺവെൻഷൻ സെന്ററിൽ അല്പസമയത്തിനകം ആരംഭിക്കും. താരങ്ങൾ ഓരോരുത്തരായി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തവണ വലിയ പ്രത്യേകതയാണ് എസ്കെൻ ഈ വാർഷിക ജനറൽ ബോഡിക്കുള്ളത്. കാരണം അഡ്ഹോ കമ്മിറ്റിക്ക് കീഴിലാണ് ഇപ്പോൾ അമ്മ എന്ന താരസംഘടന പ്രവർത്തിക്കുന്നത്. അതിന് ഒരു സമീപകാലത്തുണ്ടായ ഏതാനും വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഭരണസമിതി പൂർണ്ണമായി രാജിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിന് പിന്നാലെ നടക്കുന്ന ജനറൽ ബോഡി എന്നുള്ള പ്രത്യേകതയാണ് ഇത്തവണയുള്ളത്. മോഹൻലാൽ തന്നെ ഈ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരണം എന്നുള്ള ഒരു പൊതു ആവശ്യമാണ് എല്ലാ താരങ്ങളും, അതായത് അഡ്ഹോ കമ്മിറ്റിയിലെ താരങ്ങൾ ഒന്നടങ്കം ഉന്നയിച്ചിട്ടുള്ളത്. കാരണം ഇത് പ്രധാനമായും ഇതിലെ താരങ്ങളെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമല്ല. പുറത്ത് നിരവധി സന്നദ്ധ പ്രവർത്തനങ്ങളടക്കം ഈ സംഘടന നടത്തുന്നുണ്ട്. ഇതിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് പെൻഷൻ നൽകുന്നുണ്ട്, ഭവന പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇത്തരം ഒരു സംഘടനയെ മുന്നിൽ നിന്ന് നയിക്കാൻ പ്രധാനമായ ഒരു താരം വേണം, ഒരു നേതാവ് വേണം എന്നുള്ള ആവശ്യം പൊതുവിൽ ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഈ ഇപ്പോൾ നടക്കുന്ന ജനറൽ ബോഡിയിൽ പ്രസിഡന്റ് ആയതിന് മോഹൻലാലിനെ തന്നെ ഏകകണ്ഠമായി തെരഞ്ഞെടുക്കാനുള്ള സാധ്യതയാണ് തെളിയുന്നത്. മറ്റംഗങ്ങൾ ഇപ്പോൾ അഡ്ഹോ കമ്മിറ്റിയിലുള്ള മറ്റംഗങ്ങൾ ഈ ജനറൽ ബോഡിയിലെ മറ്റ് ഭാരവാഹികളുമായി മാറാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ തെളിയുന്നത്. മറ്റ് ചില സസ്പെൻസുകൾ കൂടി ഒരുപക്ഷെ ഇത്തവണത്തെ ജനറൽ ബോഡിയിൽ ഉണ്ടായേക്കും എന്നുള്ള വിവരങ്ങൾ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ താരങ്ങൾ ഓരോരുത്തരായി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇന്ന് ലാലേട്ടൻ മുന്നോട്ട് വെച്ചിട്ടുള്ള, മോഹൻലാൽ മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രധാനമായിട്ടുള്ള ഒരു ആവശ്യം മത്സരം ഉണ്ടാകാൻ പാടില്ല. മത്സരം ഉണ്ടാവുകയാണെങ്കിൽ താൻ ഭാരവാഹി സ്ഥാനത്തേക്ക് എത്തില്ല എന്ന് മോഹൻലാൽ ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ ഏകകണ്ഠമായി എല്ലാവരും അംഗീകരിച്ച് മത്സരമില്ലാതെ തന്നെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ഏകീകരിച്ചുകൊണ്ട് ആദ്യം മോഹൻലാലിനെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കും. അതിനുശേഷം ജനറൽ സെക്രട്ടറി, നമുക്കറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഉയർന്ന ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് സിദ്ദിഖ് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടായത്. അദ്ദേഹത്തിന് പകരം ആര് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വർഷങ്ങളോളം ഇടവേള ബാബു നയിച്ച ഈ അമ്മയെ ഇനി ആര് നയിക്കും, ജനറൽ സെക്രട്ടറി ആയിക്കൊണ്ട് ആര് നയിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ജഗദീഷ് അടക്കമുള്ള ആളുകൾ ഇതിലേക്ക് പരിഗണിച്ചേക്കുമെന്നുള്ള വിവരങ്ങളുണ്ട്. ബാബുരാജ്, ഇവരൊക്കെ പരിഗണനാ പട്ടികയിലുണ്ട്. ഇക്കാര്യത്തിലൊക്കെ തീരുമാനം അല്പസമയത്തിനകം തന്നെ, അതായത് ഈ യോഗം ചേർന്ന് ഏതാണ്ട് ഉച്ച കഴിഞ്ഞ് ഇക്കാര്യത്തിലൊക്കെ തീരുമാനമുണ്ടാകും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ഇതാ താരങ്ങൾ ഓരോരുത്തരായി എത്തുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവർക്കെല്ലാം തന്നെ ഒരു കുടുംബ യോഗത്തിലേക്ക് എത്തിച്ചേരുന്നത് പോലെയുള്ള ഒരു പ്രതീതിയാണ്. ഈ അമ്മ യോഗം എന്ന് പറയുമ്പോൾ, ജനറൽ ബോഡി എന്ന് പറയുമ്പോൾ അവരെല്ലാം സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഒരു അനുഭവമാണ് ഇവരെല്ലാവരും തന്നെ പങ്കുവെക്കുന്നത്. ഇത്തവണത്തെ മറ്റൊരു പ്രത്യേകത, ഇത്തവണ മമ്മൂട്ടി പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ്. ജനറൽ ബോഡിയിലെ മറ്റെല്ലാ അംഗങ്ങളും, അദ്ദേഹം ചെന്നൈയിലാണുള്ളത്, മറ്റെല്ലാ താരങ്ങളും ഇത്തവണ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതും ഒരു സവിശേഷത തന്നെയാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഗോകുലം കൺവെൻഷൻ സെന്ററിൽ ഈ അമ്മയുടെ ജനറൽ ബോഡി യോഗം ആരംഭിക്കും. ഇതിനുശേഷം പ്രസിഡന്റായി മോഹൻലാൽ എത്തുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതോടൊപ്പം തന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ആരും, അതോടൊപ്പം തന്നെ മറ്റൊരു ഒഴിവുള്ളത് ഉണ്ണി മുകുന്ദൻ, ട്രഷറർ ആയിരുന്നു ഉണ്ണി മുകുന്ദൻ, ഒഴിഞ്ഞ ആ ഒഴിവിലേക്ക് ആരായിരിക്കും എത്തുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇപ്പോൾ താരങ്ങളെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവരെല്ലാവരും യോഗത്തിലേക്ക് എത്തിച്ചേരുകയാണ്. ഏതാണ്ട് 10:30 മണിയോടുകൂടി യോഗം ആരംഭിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം. നിഖിൽ പരമേശ്വരാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ അമ്മയുടെ ജനറൽ ബോഡി യോഗം ഇന്ന് നടക്കും. മോഹൻലാൽ പ്രസിഡന്റായി തുടരണമെന്നാണ് മിക്ക നടന്മാരും നടിമാരും ഒക്കെ പറയുന്നത്. മത്സരമില്ലെങ്കിൽ താൻ തുടരുമെന്ന് തന്നെയാണ് മോഹൻലാലിൻ്റെയും അഭിപ്രായം. എന്നാൽ മത്സരം വന്നാൽ അദ്ദേഹം മാറി നിൽക്കും എന്നുള്ളതാണ്.